കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എബ്രായ ലേഖനം 13-ാം അധ്യായം 7-ാം വാക്യം. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം. സ്വർഗീയ പിതാവേ, കാരുണ്യവാന കർത്താവേ, വിശുദ്ധാത്മാവേ, ഈ സമയം കർത്താവേ നിന്റെ സന്നിധി ഞങ്ങൾ ഒരുമനപ്പെട്ടൊരു വാക്ക് പ്രാർത്ഥന കർത്താവേ. ഈ ബലഹീനടിയൻ കർത്താവേ, അടിയൻ്റെ മുമ്പാകെ ഇരിക്കുന്ന ജനത്തെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കും. അവർക്ക് വേണ്ടതായ ദൂത് കൊടുക്കുവാൻ കർത്താവെ നിന്റെ ആലോചന സഭയിൽ അടിയെ നിർത്തി, നിന്റെ ആലോചനയുടെ ആത്മാവിനടിനുള്ളിൽ നൽകി, കേൾക്കുന്ന ഓരോ ഹൃദയങ്ങളെയും പരിച്ഛേദന ചെയ്ത് രൂപാന്തരപ്പെടുത്തി പുതിയ സൃഷ്ടിയാക്കി തീർക്കുവാൻ കർത്താവെ വേണ്ടതായ ദൂത് കൊടുക്കുവാൻ ഈ ബലഹീനായ അടിയനെ അഭിഷേകം ചെയ്യണം. ആത്മാവ് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി അവരുടെ ഉള്ളങ്ങളിൽ രൂപാന്തരം വരുത്തുവാൻ ദൈവമേടെ വരുത്തുവാൻ പ്രാർത്ഥിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ തിരുവെഴുത്ത് പറയുന്ന ഒരു ജീവജലത്തിൻ്റെ നദി അടിയിൽ നിന്ന് ഒഴുകി കേൾക്കുന്നവരെ പുതിയ സൃഷ്ടിയാക്കി തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തൃപ്പാദത്തിൽ പൊടിയോളം താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. എല്ലാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ താഴ്മയോടെ ചോദിക്കുന്നു. കൃപയോടെ കേട്ടുത്തരം അരുളണമേ. ആമേൻ. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. ഈ വചനം വായിക്കുമ്പോൾ നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. എന്താണ് ദൈവവചനം? ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഉള്ള വചനങ്ങളെയാണ് നാം ദൈവവചനം എന്ന് പറയുന്നത്. എന്നാൽ നാം തിരിച്ചറിയേണ്ടത് ദൈവവചനമെന്ന് എന്താണെന്ന് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ ദൈവവചനം എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മറ്റൊരു പേരാണ്. ദൈവനാമം മാത്രം മഹത്വീകരിക്കപ്പെടുന്നത്. വീണ്ടും എന്താണ് ദൈവവചനം എന്ന് ചോദിച്ചാൽ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, അവനിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവൻ കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പം നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളോട് കർത്താവായ യേശുക്രിസ്തുവിനെ പ്രസംഗിച്ച് നിങ്ങളെ വഴി നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. യോഹന്നാന്റെ സുവിശേഷം 3:14 വായിക്കുമ്പോൾ അതിലൂടെ ഇങ്ങനെ കാണാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. എന്നാൽ ഇന്ന് അനേകർ മനുഷ്യപുത്രനായിരിക്കുന്ന പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർത്തേണ്ടതിന് പകരം പലപ്പോഴും പലരും അവരെ തന്നെ ഉയർത്തുക, അല്ലെങ്കിൽ മറ്റു പല വ്യക്തികളെ ഉയർത്തുക. എന്നാൽ ദൈവത്തിന് അവൻ അടിസ്ഥാനമായി പറയുന്നു, ഉയർത്തുവാൻ ഒരുവനേ ഉള്ളൂ, കർത്താവായ യേശുക്രിസ്തു. തിരിച്ചറിയേണ്ട സത്യം, മരുഭൂമിയിൽ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തി. പാമ്പ് കടി, അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റവരെല്ലാം രക്ഷ പ്രാപിക്കേണ്ടതിന് വിഷമില്ലാത്ത താമ്രസർപ്പം ഉണ്ടാക്കി വെച്ചു. അതികഠിനമായ വിഷത്തിന്റെ ഉടമയായിരുന്ന അഗ്നിസർപ്പം കടിച്ചതിൻ്റെ ആ വിഷം ഇറക്കിക്കളഞ്ഞ് ഒരാളെ രക്ഷിപ്പാൻ താമ്രസർപ്പം, ഒരു വിഷവുമില്ലാത്ത താമ്രസർപ്പത്തെ ഉണ്ടാക്കി നാട്ടി. അതിന്മേൽ നോക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ ആ വിഷം ഇറങ്ങിപ്പോയി രക്ഷ പ്രാപിക്കുന്നത് കാണാൻ കഴിയുമായിരുന്നു. ഇത് മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയ സംഭവമാണ്. എന്നാൽ മരുഭൂമിയിൽ ഈ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ കർത്താവായ യേശുക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ ഉയർത്തി പാപത്തിന്റെ സന്തതികളായിരുന്ന എന്നെയും നിങ്ങളെയും ഈ ലോകത്തിലെ സകല ജനത്തെയും യഥാർത്ഥത്തിൽ ആ പാപത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ വേണ്ടി, പാപത്തിന്റെ സന്തതികളായിരുന്ന നമ്മെ വീണ്ടെടുക്കുവാൻ പാപമില്ലാത്ത യേശുവിനെ ക്രൂശിന്മേൽ നാട്ടി. ആ യേശുക്രിസ്തുവിലേക്ക് നോക്കിയ മുഴുവൻ പേർക്കും രക്ഷ ദൈവം ദാനമായി നൽകി. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ
മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നോക്കി അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കുമെന്ന് കർത്താവായ യേശുക്രിസ്തു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ വീണ്ടും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, ഈ യഥാർത്ഥ ലക്ഷ്യബോധമില്ലാതെ, നമ്മുടെ ശുശ്രൂഷയുടെ ലക്ഷ്യം എന്തെന്ന് തിരിച്ചറിയാതെ ആണ് പ്രസംഗിക്കുന്നത്. ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഈ ലോകജനം മാനസാന്തരപ്പെടണം. 1, 2 കർത്താവിലേക്ക് തിരിയണം. 3 കർത്താവിൻ്റെ രണ്ടാം വരവിൽ അവനോടുകൂടെ ഉയർത്തപ്പെടണം. ഈ ഏക ലക്ഷ്യത്തോടെ ആണ് ഈ ശുശ്രൂഷ അങ്കമാലി സിയോൻ ധ്യാന കേന്ദ്രത്തിൽ നടന്നു വരുന്നത്. ദൈവത്തിന് മഹത്വം. ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുന്നുവെങ്കിൽ യഥാർത്ഥ നിത്യജീവന്റെ അവകാശികളായി മടങ്ങുവാനായിട്ട് കഴിയും. എല്ലാ മാസവും 2ാം ശനിയാഴ്ച അവസാനിക്കത്തക്കവണ്ണം ഈ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടക്കുന്ന ശുശ്രൂഷയെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. അനേകം മദ്യപാനികൾ ഇവിടെ വിടുതൽ പ്രാപിക്കാറുണ്ട്. ക്യാൻസർ രോഗികൾ മുതൽ അനേകം പേർ വിടുതൽ പ്രാപിച്ച് രക്ഷ കരസ്ഥമാക്കാറുണ്ട്. ദൈവത്തിന് മഹത്വം. എന്നാൽ നാം തിരിച്ചറിയേണ്ടത്, ഇവിടെ 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ പൗലോസ് ഇങ്ങനെ പറയുന്നത്, യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് ഇവിടെ പ്രസംഗിക്കുന്നത്. ഇന്ന് നിങ്ങൾ ക്രൂശിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, പുത്രനെ സ്വീകരിക്കുന്നവരിൽ പിതാവുണ്ട്, പുത്രൻ ഇല്ലാത്തവനിൽ പിതാവില്ല, പുത്രനെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ദൈവത്തിന് മാത്രം. ഇന്ന് പുത്രനായ യേശുവിനെ എനിക്കും നിങ്ങൾക്കും കാണുവാൻ കഴിയുന്നുവെങ്കിൽ യഥാർത്ഥമായ നിത്യജീവനിലേക്ക് എനിക്കും നിങ്ങൾക്കും പ്രവേശിക്കാൻ കഴിയും. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുക്കട്ടെ. നമുക്കറിയാം, പത്രോസ് അപ്പോസ്തലൻ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശേഷം അപ്പോസ്തലപ്രവൃത്തി 2:14 തൊട്ട് അപ്പോസ്തലന്റെ പ്രസംഗം ആരംഭിക്കുകയാണ്. പഴയ നിയമത്തിലെ യോവൽ പ്രവാചകന്റെ പ്രവചനം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അപ്പോസ്തലൻ പ്രസംഗം ആരംഭിക്കുന്നത്. അന്ത്യകാലത്ത് സർവ്വജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്നുള്ള സത്യവചനം അവിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അപ്പോസ്തലൻ പ്രസംഗിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ലാസ്റ്റായിട്ട് പറയുന്നു, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. ഇത് പ്രസംഗിച്ച സമയം തന്നെ അനേകം കേട്ടുനിന്ന അനേകായിരങ്ങൾ മാനസാന്തരപ്പെട്ടു. അന്നത്തെ ശുശ്രൂഷയിലൂടെ 3000 പേരുടെ ഹൃദയം തുറന്നു മാനസാന്തരപ്പെട്ട് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് കർത്താവിൻ്റെ സഭയിൽ അംഗമായി മാറി. ഹല്ലേലൂയ. ഇന്ന് ഞാനും നിങ്ങളും ആ വിധത്തിൽ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞ് കർത്താവിൻ്റെ സഭയിൽ ഞാനും നിങ്ങളും അംഗമായി തീരണം. അപ്പോൾ 1ാമത്തെ മേഖല ഞാനിവിടെ അവസാനിപ്പിക്കുക. നിങ്ങളോട് ദൈവവചനം പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനം എന്നുള്ളത് കർത്താവായ യേശുവിനെ സൂചിപ്പിക്കുന്നു. ആ യേശുവിനെ പ്രസംഗിക്കുക. 2ാമത്തെ കാര്യം, ഇന്ന് അതുകൊണ്ട് നിങ്ങൾ ആ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ ഇന്ന് ഞാനും നിങ്ങൾ കരസ്ഥമാക്കണം. ആ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ഞാനും നിങ്ങളും അതിനുവേണ്ടി വിശ്വസിക്കേണ്ടത് ഒറ്റ കാര്യം മാത്രം. യേശു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ കരേറി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനും നിങ്ങളും ചെയ്തു പോയിരിക്കുന്നതായ, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും ചെയ്തു പോയിരിക്കുന്നതായ പാപത്തെ തൽസമയം നിങ്ങൾ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നുവെങ്കിൽ എൻ്റെ കർത്താവ് ഈ സമയം നിങ്ങളുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം തന്നിരിക്കുന്നു. ഇന്ന് ഈ വചനം കേൾക്കുന്നവർ
കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേ കയറി അവൻ്റെ അടിപ്പിണരുകളാൽ കൊടുക്കുന്ന ആ സൗഖ്യം ഞാനും നിങ്ങളും കരസ്ഥമാക്കുവാൻ ഈ നിമിഷം വരെ ചെയ്ത മുഴുവൻ പാപങ്ങളോടും വിട പറഞ്ഞുകൊണ്ട് ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ചുകൊണ്ട് അവൻ്റെ മുമ്പാകെ നിങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. 2 or 3 പേർ എൻ്റെ നാമത്തിൽ നിന്നതൊക്കെയും അതിൻ്റെ നടുവിൽ ഞാനുണ്ട്. യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം. യേശു പറഞ്ഞു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ഈ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളോടുകൂടെ അത്താഴം കഴിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്നും പോകുവാനല്ല, നിങ്ങളോടുകൂടെ താമസിക്കുവാൻ, നിങ്ങളുടെ അടുക്കൽ വന്ന് നിൽക്കുന്ന ആ കർത്താവായ യേശുവിനെ ഉള്ളത്തിലേക്ക് സ്വീകരിക്കുവാൻ, ഒരിക്കലും മടിക്കാതെ ചെയ്തു പോയിരിക്കുന്ന പാപത്തോട് വിട പറഞ്ഞാൽ എൻ്റെ യേശു ഇപ്പോൾ നിങ്ങളെ സ്വതന്ത്രയാക്കും. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഈ സ്വാതന്ത്ര്യത്തിന് നിങ്ങൾ യോഗ്യരായി തീരുവാൻ പൂർണ്ണമായി ഇപ്പോൾ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തെങ്കിൽ ഒരു വാക്ക് ഈ നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിപൂർണമായി ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കണം. സ്വർഗീയ പിതാവേ, കരുണയായിട്ട് പരിശുദ്ധാത്മാവ്, ഈ സമയം കർത്താവേ നിന്റെ സന്നിധി ഞങ്ങളൊരു വാക്ക് പ്രാർത്ഥിക്കും. കർത്താവേ, ഇപ്പോൾ ഈ വചനം കേട്ട നിന്റെ മക്കൾ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച മുഴുവൻ പാപങ്ങളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ മോചിക്കണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പാപമോചനവും മാനസാന്തരവും നൽകി കർത്താവെ ജാതി മത ഭേദമന്യേ ഏവരെയും വിടുവിച്ച് അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവെ, നിന്റെ നാമത്തിലും ദൈവത്തിൻ്റെ ആത്മാവിനാലും നിന്റെ ഈ മക്കളെ കഴുകി വിശുദ്ധീകരണവും നീതീകരണവും നൽകി അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ഈ നിമിഷം നിന്റെ മുമ്പാകെ നിൽക്കുന്നതും ഇരിക്കുന്ന വ്യക്തികളുടെ പാപങ്ങളും രോഗങ്ങളും ശാപങ്ങളും ബന്ധനങ്ങളും എല്ലാം നീ അഴിച്ച് സ്വതന്ത്രയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പൂർണ്ണമായും കർത്താവ് യേശുവിൻ്റെ നാമത്തിലുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കാളിത്തം വഹിച്ചവരുടെ രോഗങ്ങളെല്ലാം, ഹാർട്ട് ബ്ലോക്കായിരിക്കുന്നവരുടെ ഹാർട്ട് ബ്ലോക്ക്, യൂറിനിൽ കല്ലിൻ്റെ കുഴപ്പമായിരിക്കുന്നവരുടെ ആ കല്ല് ഈ നിമിഷം നീങ്ങിപ്പോകട്ടെ. കിഡ്നിയിൽ കല്ല് വന്നിരിക്കുന്നവരുടെ കല്ല് നീങ്ങിപ്പോകട്ടെ. യൂട്രസിൽ ഫൈബ്രോയിഡ് വന്നിരിക്കുന്നവരുടെ ഫൈബ്രോയിഡ് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. അതുപോലെ ശ്വാസം മുട്ടിനാൽ ഭാരപ്പെടുന്നവരുടെ ആ ആദത്തിൽ ഊതി അതേ ജീവശ്വാസം ഊതി അവരെ സൗഖ്യമാക്കണമേ. അതുപോലെ മറ്റ് പനിയാൽ, കൈവേദനകളാൽ, കാൽവേദനകളാൽ, തലവേദനകളാൽ, മറ്റ് അനവധി രോഗങ്ങളാൽ ഈ വചനം കേൾക്കുന്ന നിന്റെ മക്കളെ ഈ സമയം നീ തൊട്ട് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. Heal in the name of Jesus. Heal in the name of Jesus. Heal in the name of Jesus. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. പ്രാർത്ഥനഘട്ടനായി സ്തോത്രം. എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ നാമത്തിൽ താഴ്മയോടെ ചോദിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളണമേ. ആമീൻ. വീണ്ടും അതിൻ്റെ 2ാം ഭാഗത്തേക്ക് കടക്കുക. നിങ്ങളെ നടത്തിയവരെ ഓർക്കണം. സഭാപിതാക്കന്മാരെയും ശിഷ്യന്മാരെയും ഓർക്കണം. ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഓർക്കണം. എബ്രായ ലേഖനത്തിന്റെ 13:17 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. ഞാനും നിങ്ങളും ഇന്ന് എന്നെയും നിങ്ങളെയും നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കുന്നവരായി ഞാനും നിങ്ങളും രൂപാന്തരം പ്രാപിക്കണം. പരിപൂർണമായി കർത്താവായ യേശുക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നവരായി മാറുമ്പോഴാണ് ആ ദൈവസ്നേഹം എന്നിലേക്കും നിങ്ങളിലേക്കും പകരപ്പെടുന്നത്. നമ്മളെ വഴി നടത്തുന്നവർ അച്ഛന്മാരാകാം, സുവിശേഷകരാകാം, മറ്റ് സൺഡേ സ്കൂൾ മാസ്റ്റർമാരാകാം, ഏത് ആത്മീയ പിതാക്കന്മാരായാലും അവർക്കെല്ലാം ഞാനും നിങ്ങളും കീഴടങ്ങിയിരിക്കണമെന്ന് എബ്രായ ലേഖനത്തിലൂടെ ദൈവം വെളിപ്പെടുത്തുക.
അങ്ങനെ കീഴടങ്ങിയിരുന്നാൽ അവർ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചു കൊണ്ടിരിക്കുന്നു. വിശുദ്ധ കുർബാനയിലേക്ക് അച്ഛൻ പോകുന്നതിന് മുമ്പ് അതിൻ്റെ തലേനാൾ മുതൽ യഥാർത്ഥത്തിൽ അച്ഛൻ ജാഗരിച്ച് ഇടവകയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടെ ആ അച്ഛന് ബുദ്ധിമുട്ട് വരുത്തുന്ന ഏതെങ്കിലും വാക്കുകളോ പ്രവൃത്തികളോ ഉണ്ടെങ്കിൽ അതെല്ലാം മറന്ന് അച്ഛൻ യഥാർത്ഥത്തിൽ ജാഗരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയിലൂടെ പിറ്റേ ദിവസത്തെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിച്ച് ഞാനും നിങ്ങളും മടങ്ങേണ്ടുന്നവരാകയാൽ ഇവർ ഞെരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടെ കുർബാന അർപ്പിക്കുവാൻ നമ്മൾ അവർക്ക് വേണ്ടി ഇടവരുത്തി കൊടുക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. നമ്മളെ ഓരോരുത്തരെയും കർത്താവിലേക്ക് ജനിപ്പിച്ചവരുണ്ടാകും. ഇവിടെ ദൈവത്തിന് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഈ സമയം ഓർക്കുന്നത് എന്നെ കർത്താവിലേക്ക് ജനിപ്പിച്ച ഡോക്ടർ PJ ജോർജിനെയാണ്. അദ്ദേഹം ഒരു നാൾ എൻ്റെ അടുക്കൽ വന്നിരുന്ന് ദൈവവചനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്നും ചിന്തിക്കാതെ അദ്ദേഹത്തിൻ്റെ മേൽ ആത്മാവിൻ്റെ കൃപയുണ്ടായിരുന്നത് കൊണ്ട് അത് കേട്ടപ്പോൾ തന്നെ ഞാനത് സ്വീകരിക്കാനിട വന്നു. ദൈവത്തിൻ്റെ വചനം അടിസ്ഥാനമായി പറയുന്നത് പോലെ ഒരു വീണ്ടും ജനനാനുഭവം എനിക്ക് അന്നുണ്ടായി. 1998 നടക്കുന്നത്. ഇന്ന് വരെയും എന്നെ വഴി നടത്തിയതിൻ്റെ പിന്നാമ്പുറത്തുള്ള രഹസ്യമാണ്. അതിനുശേഷം വീണ്ടും എന്നെ വഴി നടത്തുവാൻ പ്രേരിപ്പിച്ച മറ്റൊരു സഹോദരൻ ഞങ്ങളുടെ ഇടവകയിൽ തന്നെയുണ്ട്, ആലിക്ക മാത്തപ്പൻ ചേട്ടൻ. എനിക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല. ആദ്യത്തെ ശുശ്രൂഷ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ ഓർക്കുകയാണ്. 2002 മുതൽ ഇന്നയോളം ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് എല്ലാ വെള്ളിയാഴ്ച തോറും ഉപവസിക്കുവാനായിട്ട് പ്രേരണ നൽകി. അദ്ദേഹവും ഞാനും ചേർന്ന് ഉപവാസ പ്രാർത്ഥന ആരംഭിച്ചു. എന്നാൽ ചുരുങ്ങിയ നാൾക്കുള്ളിൽ അദ്ദേഹം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ഇന്നും ഈ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം എന്നെ നിർത്തിയിരിക്കുന്ന ഓർത്ത് അതിനുവേണ്ടി എന്നെ വഴി നിർത്തിയ ആ സഹോദരനെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നാൽ വീണ്ടും അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പി. അവരുടെ ജീവാവസാനം എന്ന് പറഞ്ഞാൽ അവർ ഈ ലോകത്ത് മരിച്ചുപോയ വേർപെട്ടുപോയ ഓരോ വിശുദ്ധന്മാരും ഈ ലോകത്തുനിന്ന് വേർപെട്ടു പോയത് എങ്ങനെയാണെന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. ഞാൻ പറയുമ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ ആയിരിക്കുന്ന ഒരു വിശുദ്ധൻ ഏലിയാസ് ബാവയെ ഞാൻ ഓർക്കുകയാണ്. ഏലിയാസ് ബാവ ഈ ദേശത്ത് വന്ന് ശുശ്രൂഷയ്ക്ക് വന്നത് 2 കാര്യം അറിയിക്കുവാനാണ്. ഒന്ന്, സഭയിൽ സമാധാനമുണ്ടാക്കാൻ. 2, സുവിശേഷം അറിയിപ്പാൻ. സുവിശേഷം അറിയിപ്പാൻ വന്ന ഏലിയാസ് ബാവയെ നാം ഓർക്കുമ്പോൾ അതേ പ്രവൃത്തി ഞാനും നിങ്ങളും ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ അയ്യോ കഷ്ടം, അറിയിക്കുന്നുവെങ്കിൽ പ്രശംസിപ്പാൻ ഒന്നുമില്ല. ഞാനും നിങ്ങളും ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നുള്ള ഒരു സത്യവചനമെങ്കിലും ഞാനും നിങ്ങളും മറ്റൊരോട് പറഞ്ഞില്ല എങ്കിൽ ഏലിയാസ് ബാവ ചെയ്ത് ഈ ദേശത്ത് വന്നുകൊണ്ടുള്ള പ്രയോജനം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുകയില്ല. 2, സഭയിൽ സമാധാനമുണ്ടാക്കാൻ. ഇന്ന് ഞാനും നിങ്ങൾ ചെയ്യേണ്ട 2ാമത്തെ കാര്യം അതാണ്. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിക്കും. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ഇന്ന് ഞാനും നിങ്ങളും ദൈവത്തെ കാണണമെങ്കിൽ ഭവനത്തിൽ, ഇടവകയിൽ, ദേശത്ത് സമാധാനമുണ്ടാക്കുന്നവരായി ഞാനും നിങ്ങളും മാറണം. അങ്ങനെ ചെയ്യുമ്പോഴാണ്, അങ്ങനെ ചെയ്തുകൊണ്ട് ഏലിയാസ് ബാവയെ ഓർക്കുമ്പോൾ അത് ദൈവം മാനിക്കും. വീണ്ടും വിശുദ്ധ കന്യാമറിയാമിനെ ഞാൻ ഓർക്കുമ്പോൾ കന്യാമറിയാമിൽ നിന്നും എന്നെ പഠിപ്പിച്ച 4 കാര്യങ്ങൾ ഓർക്കുകയാണ്. 1, വിശുദ്ധ കന്യാമറിയാം യേശുവിനെ സ്വീകരിപ്പാൻ വേണ്ടി താഴ്ത്തിയേൽപ്പിച്ചു കൊടുത്തു. നമുക്കറിയാം, വിശുദ്ധ കന്യാമറിയാം തന്നെ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ താഴ്ച ദൈവം കടാക്ഷിച്ചുവല്ലോ.
ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, താഴ്മയുള്ള ഒരു മനസ്സിനും മനസ്താപമുള്ള ഒരു ഹൃദയത്തിൻ്റെയും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോട് കൂടെ ദൈവം വസിക്കും. അപ്പോൾ ഇന്ന് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് താഴ്ത്തി ഏൽപ്പിച്ചതുപോലെ എന്നെയും നിങ്ങളെയും താഴ്ത്തി കർത്താവിൻ്റെ മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കണം. 2, ദൈവത്തിൻ്റെ വാക്ക് പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ കേൾക്കുന്ന വചനത്തെ നിങ്ങൾ കൈക്കൊള്ളുന്നുവെങ്കിൽ വിശുദ്ധ കന്യാമറിയാമിൽ ജനിച്ച യേശു ഇന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ജനിക്കും. ഹല്ലേലൂയ. ദൈവ തിരുനാമം മാത്രം മഹത്വം എടുക്കട്ടെ. വേറെ 2 കാര്യം കൂടി വിശുദ്ധ കന്യാമറിയാമിലൂടെ എനിക്ക് വെളിപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, വിശുദ്ധ കന്യാമറിയാം കാനാവിലെ കല്യാണത്തിന് വീഞ്ഞ് തീർന്നുപോയ സമയം വിശുദ്ധ കന്യാമറിയാം, അന്ന് യേശു അത്ഭുതമന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, ദൈവത്തിൻ്റെ പുത്രനാണെന്ന് ഏക അറിയാവുന്ന വ്യക്തി വിശുദ്ധ കന്യാമറിയാം മാത്രമാണ്. അതുകൊണ്ട് വിശുദ്ധ കന്യാമറിയാം നേരെ കർത്താവായ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്നു. ഇന്ന് വിശുദ്ധ കന്യാമറിയാമിനെ ഓർക്കുന്നവർ വിശുദ്ധ കന്യാമറിയാമിൻ്റെ മാതൃക സ്വീകരിക്കുക എന്നുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, വിശുദ്ധ കന്യാമറിയാമിൻ്റെ മുമ്പാകെ ഒരു ഭാരം വന്നപ്പോൾ കർത്താവായ യേശുവിൻ്റെ അടുക്കിലേക്ക് വിശുദ്ധ കന്യാമറിയാം പോയതുപോലെ ഞാനും നിങ്ങളും കർത്താവായ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നുവെങ്കിൽ വിശുദ്ധ കന്യാമറിയാം സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കും എന്നുള്ളത് സത്യം തന്നെയാണ്. ദൈവനാമം മാത്രം മഹത്വീകരിക്കട്ടെ. വീണ്ടും വിശുദ്ധ കന്യാമറിയാം ഓർമ്മിപ്പിച്ചു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. വിശുദ്ധ കന്യാമറിയാമിനെ ഓർക്കുന്നവർ കർത്താവായ യേശു നൽകിയ കൽപ്പനകളെ അനുസരിക്കുന്നുവെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുന്നവർ ദൈവമക്കളായി രൂപാന്തരം പ്രാപിക്കും. ദൈവത്തിനാം മാത്രം മഹത്വം എടുക്കട്ടെ. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. ദൈവനാമം മാത്രം മഹത്വീകരിക്കട്ടെ. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുക. അപ്പം നിങ്ങളോട് ദൈവവചനം പറഞ്ഞ് നിങ്ങളെ വഴി നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. എന്താണ് വിശുദ്ധന്മാരുടെ വിശ്വാസം? യൂദായുടെ ലേഖനം 3-ാം അധ്യായം